The next rule is sum rule. If vector u of t and vector v of t are differentiable vector valued functions of t, then d by dt of vector u of t plus vector v of t equal to d by dt of vector u of t plus d by dt of vector v of t. ഇത് സാധാ റിയൽ വാല്യൂഡ് ഫംഗ്ഷന്റെ കേസിലും സം റൂൾ ഇങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ നമുക്കത് പ്രൂവ് ചെയ്യണം. ഇവിടെ പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ യു എന്ന് പറഞ്ഞ വെക്ടറും വി എന്ന് പറഞ്ഞ വെക്ടറും എന്താണെന്ന് എടുക്കുക. ലെറ്റ് വെക്ടർ യു ഓഫ് ടി എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് എടുക്കുക, u1 ഓഫ് ടി ഐ പ്ലസ് u2 ഓഫ് ടി ജെ പ്ലസ് u3 ഓഫ് ടി കെ ആയിട്ട് എടുക്കുക. ആൻഡ് വി എന്ന് പറയുന്നത് വെക്ടർ വി ഓഫ് ടി ഈക്വൽ ടു v1 ഓഫ് ടി ഐ പ്ലസ് v2 ഓഫ് ടി ജെ പ്ലസ് v3 ഓഫ് ടി കെ ആയിട്ട് എടുക്കുക. ഇനി യു ഓഫ് ടി പ്ലസ് വി ഓഫ് ടി കണ്ടുപിടിക്കണം. വെക്ടർ യു ഓഫ് ടി പ്ലസ് വി ഓഫ് ടി ഈക്വൽ ടു എന്തായാലും ഫസ്റ്റ് രണ്ട് കമ്പോണന്റ് കൂട്ടുക, ഐ u1 ഓഫ് ടി പ്ലസ് v1 ഓഫ് ടി ഐ പ്ലസ് u2 ഓഫ് ടി പ്ലസ് v2 ഓഫ് ടി ജെ പ്ലസ് u3 ഓഫ് ടി പ്ലസ് v3 ഓഫ് ടി കെ. ഇതാണ് യു ഓഫ് ടി പ്ലസ് വി ഓഫ് ടി എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമുക്കറിയാം വെക്ടർ യുവും വിയും ഡിഫറൻഷ്യബിൾ ആണ് അല്ലെ. യുവും വിയും ഡിഫറൻഷ്യബിൾ ആയതുകൊണ്ട് അതിന്റെ കമ്പോണൻസും ഡിഫറൻഷ്യബിൾ ആയിരിക്കും. സിൻസ് vector u and vector v are differentiable vector functions, then their components, അതെന്താ റിയൽ വാല്യൂഡ് ഫങ്ഷൻസ് ആണ്. then their components ഏതൊക്കെയാ, കമ്പോണന്റ് ഫങ്ഷൻസ് ആട്ടോ, u1 u2 u3 and v1 v2 v3 are differentiable real valued functions. differentiable real valued functions ആയിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷന്റെ കേസിൽ ഇതിന്റെ സമ്മ്, കമ്പോണൻസിന്റെ സമ്മ് എടുക്കുക. അപ്പോൾ u1 പ്ലസ് v1 അതുപോലെ u2 പ്ലസ് v2 u3 പ്ലസ് v3 എന്തായിരിക്കും, ഡിഫറൻഷ്യബിൾ ആയിരിക്കും അല്ലേ. അപ്പോൾ then by differentiation rule for real functions u1 plus v1 u2 plus v2 u3 plus v3 are differentiable. ഇത് നമ്മൾ ഏത് റൂൾ വെച്ചിട്ടാ, ബൈ ഡിഫറൻസിയേഷൻ റൂൾ ഫോർ റിയൽ ഫങ്ഷൻസ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് പറയാം, ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യു ഓഫ് ടി പ്ലസ് വി ഓഫ് ടിന്റെ കമ്പോണന്റ് ഫങ്ഷൻസ് ആണ്. അപ്പോൾ യു ഓഫ് ടി പ്ലസ് വി ഓഫ് ടിന്റെ കമ്പോണന്റ് ഫങ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ യു ഓഫ് ടി പ്ലസ് വി ഓഫ് ടി എന്തായിരിക്കും, ഡിഫറൻഷ്യബിൾ ആയിരിക്കും. ഹെൻസ് വെക്ടർ യു ഓഫ് ടി പ്ലസ് വെക്ടർ v of t is differentiable നമുക്ക് പറയാം അല്ലേ. അപ്പോൾ ഡിഫറൻഷ്യബിൾ ആണ് കിട്ടി, അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. ഈ ഇക്വേഷൻ തന്നെയാണോ കിട്ടുന്നത് നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് ഡെറിവേറ്റീവ് ഒന്ന് കണ്ടു നോക്കാം. നമുക്കിനി ഡി ബൈ ഡി ടി ഓഫ് ഇതാണ് d by dt of vector u of t plus vector v of t അതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്കത് എഴുതാം d by dt of
യു ഓഫ് ടി പ്ലസ് വി ഓഫ് ടി. എന്താ ആദ്യം യു ഓഫ് ടി എഴുതാം, പിന്നെ വി ഓഫ് ടി എഴുതാം അതിൻ്റെ കൂടെ തന്നെ. അപ്പം ഡി ബൈ ഡി ടി ഓഫ് യു ഓഫ് ടി എഴുതാം u1 i പ്ലസ് u2 j പ്ലസ് u3 k പ്ലസ് v1 i പ്ലസ് v2 j പ്ലസ് v3 k. പിന്നെ നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യുക. ഫസ്റ്റ് അതിൻ്റെ കമ്പോണൻറ്റുകൾ ഒരുമിച്ചെടുക്കാം. അപ്പം ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡി ബൈ ഡി ടി ഓഫ് u1 പ്ലസ് v1 i പ്ലസ് u2 പ്ലസ് v2 j പ്ലസ് u3 പ്ലസ് v3 k. ഇനി നമ്മൾ ഡെറിവേറ്റീവ് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പം ഇങ്ങനെ വരും ഡി ബൈ ഡി ടി ഓഫ് u1 പ്ലസ് v1 i പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് u2 പ്ലസ് v2 j പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് u3 പ്ലസ് v3 k. ഇനി നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? നമുക്ക് റിയൽ വാല്യൂഡ് ഫംഗ്ഷന്റെ കേസിൽ സം റൂൾ അറിയാം അല്ലെ? ഇത് u1ഉം v1ഉം റിയൽ ഫംഗ്ഷനാ. റിയൽ ഫംഗ്ഷന്റെ സം റൂൾ വെച്ചിട്ട് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഡി u1 ബൈ ഡി ടി പ്ലസ് ഡി v1 ബൈ ഡി ടി എഴുതാം ഐ പ്ലസ് ഇവിടെ അതേപോലെ തന്നെ ഡി u2 ബൈ ഡി ടി പ്ലസ് ഡി v2 ബൈ ഡി ടി j ഡി u3 ബൈ ഡി ടി പ്ലസ് ഡി v3 ബൈ ഡി ടി k. അടുത്തത് ഇനി എന്ത് ചെയ്യും? നമ്മൾ ഫസ്റ്റ് u1ന്റെ ടേമുകളൊക്കെ ഒരുമിച്ചെടുക്കാം. u1ന്റെ ടേം എന്ന് പറയുന്നത് ഡി u1 ബൈ ഡി ടി ഐ പ്ലസ് ഡി u2 ബൈ ഡി ടി j പ്ലസ് ഡി u3 ബൈ ഡി ടി k പ്ലസ് അടുത്ത വിന്റെ ടേമുകളൊക്കെ ഡി v1 ബൈ ഡി ടി ഐ പ്ലസ് ഡി v2 ബൈ ഡി ടി j പ്ലസ് ഡി v3 ബൈ ഡി ടി k. ഇതെന്താ ഫംഗ്ഷൻ? ഡെറിവേറ്റീവ് ഓഫ് യു ഓഫ് ടി. അപ്പം അതിന് നമുക്ക് ഡി ബൈ ഡി ടി ഓഫ് വെക്ടർ യു ഓഫ് ടി എന്ന് എഴുതാം. അടുത്തത് ഇതെന്താ? ഡെറിവേറ്റീവ് ഓഫ് വി ഓഫ് ടി. അപ്പം ഡി ബൈ ഡി ടി ഓഫ് വി ഓഫ് ടി എന്ന് എഴുതാം. നമ്മുടെ റൂള് പ്രൂവ്ഡ് ആയല്ലോ. റൂള് പ്രൂവ്ഡായി. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഡിഫറൻസ് റൂൾ എന്ന് പറയുന്നത്. ഇപ്പം റൂൾ എന്താണെന്നറിയാം? ജസ്റ്റ് റൂള് ഇവിടെ എന്തൊരു ഡി ബൈ ഡി ടി ഓഫ് യു ഓഫ് ടി മൈനസ് വി ഓഫ് ടി എന്ന് പറയുന്നത് എന്ത് വരും? ഡി ബൈ ഡി ടി ഓഫ് യു ഓഫ് ടി മൈനസ് ഡി ബൈ ഡി ടി ഓഫ് വി ഓഫ് ടി എന്ന് വരും. അപ്പം അതിൻ്റെ പ്രൂഫ് ഇതുപോലെ ഈ പ്ലസ് ഉള്ളിടത്തൊക്കെ മൈനസ് ആവുമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ സ്ഥലത്തും അല്ല, ഇവിടെയൊക്കെ. അപ്പം അത് അനുസരിച്ച് അതിൻ്റെ പ്രൂഫ് നമുക്ക് ചെയ്തു നോക്കാം. റൂൾ ഇപ്പം ഞാൻ എഴുതാം. ഇതാണ് നമ്മുടെ റൂള്. റൂൾ 3ന്റെ തന്നെ ഭാഗമായിട്ട് 3.1 എഴുതി. ഡിഫറൻസ് റൂള്. If vector u and vector v are differentiable vector functions of t, then d by dt of vector u minus vector v equal to du by dt minus dv by dt. സം റൂളിൻ്റെ അവിടെ ജസ്റ്റ് മൈനസ് ആയെന്നേ ഉള്ളൂ. പ്രൂഫൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ശ്രദ്ധിച്ചാൽ മതി. പ്രൂഫ് നമുക്ക് ചെയ്തു നോക്കാം. ഇനി പ്രധാനപ്പെട്ട 2 റൂൾസ് ആണുള്ളത്. അത് നമ്മൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷന്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടില്ല. റിയൽ ഫംഗ്ഷൻസിന് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ. പക്ഷെ വെക്റ്റർ ഫംഗ്ഷന് നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റും ക്രോസ് പ്രൊഡക്റ്റും ഡിഫൈൻ ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പോൾ വെക്റ്റർ ഫംഗ്ഷന്റെ ഡോട്ട് പ്രൊഡക്റ്റിന്റെ ഡിഫറൻസിയേഷൻ റൂളും അതുപോലെ ക്രോസ് പ്രൊഡക്റ്റിന്റെ ഡിഫറൻസിയേഷൻ റൂളുമാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. അപ്പൊ നോക്കാം.